ഹായ് ഫ്രണ്ട്സ്, ഈ സ്ഥലം എങ്ങനെയുണ്ട്? കൊള്ളാമോ? അപ്പോൾ ഈ സ്ഥലം വരുന്നത് നിങ്ങൾക്ക് എവിടെയാണെന്ന് അറിയണ്ടേ? നമ്മുടെ കൊല്ലം ചവറ ശങ്കരമംഗലം കോവിൽത്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പുറവശമായിട്ടാണ്. ആ മണ്ണ് കണ്ടോ? നമ്മുടെ KMML പിന്നെ IREയും ഇവിടെ നിന്നാണ് മണ്ണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞുകൂടാ. ഞാൻ നമ്മുടെ സ്ഥലം പരിചയപ്പെടുത്താം. ഇപ്പോൾ ഈ ഇടയായിട്ട് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നൊരു സ്ഥലമാണ് നമ്മുടെ ഈ സ്ഥലം. കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ വന്ന് കുറച്ച് നേരം ആളുകൾ ഇരിക്കും, കാലൊക്കെ ഒന്ന് നനയ്ക്കും. കണ്ടില്ലേ, അവിടെ കല്ലൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വലിയ തിരയുടെ ശല്യങ്ങളൊന്നുമില്ല. കുട്ടികൾക്കെല്ലാം ഇറങ്ങി നിൽക്കും. നല്ല വൃത്തിയുള്ള വെള്ളവും നല്ല മണ്ണൊക്കെയാണ്. അപ്പോൾ ഒത്തിരി ആളുകൾ ഈ പാറപ്പുറത്തൊക്കെ വന്നിരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇല്ല, ഞങ്ങൾ വന്ന നല്ല ഒരു ഉച്ച സമയത്താണ്, അതുകൊണ്ട് തന്നെ ആരും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് സൗകര്യമായിട്ട് വീഡിയോ എടുക്കാനൊക്കെ പറ്റി. ഇപ്പോൾ ഈയിടെയായിട്ട് കൊല്ലത്ത് സോഷ്യൽ മീഡിയയിൽ മൊത്തവും ഈ സ്ഥലത്തിനെ പറ്റിയായിരുന്നു ചർച്ച. അങ്ങനെ ഞാനും വിചാരിച്ചിരുന്നു അവിടെ നിന്ന് പോയേക്കാം, എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ എടുത്തിടാമെന്നും പറഞ്ഞ് ഞങ്ങൾ വന്നു. നല്ല കാറ്റുണ്ടായിരുന്നു, ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഇതുവഴിയൊക്കെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. നമ്മളിവിടേക്ക് വരേണ്ട വഴിയെന്ന് പറഞ്ഞാൽ വേട്ടുതറയിൽ നിന്ന് ഇടത്തെ സൈഡിൽ കൂട്ടുള്ള റോഡ് കയറി വരണം, അതായത് IRE പോകുന്ന വഴി. ആ വഴി കയറി നേരെ ഇങ്ങ് അറ്റം വരണം. അറ്റം വരുമ്പോൾ നമ്മുടെ കോവിൽത്തോട്ടം പള്ളിയുണ്ട്, അങ്ങ് വരെ പോകണ്ട. അതിനൊരു 100 മീറ്റർ മുമ്പായിട്ട് ഇടത്തെ സൈഡിലോട്ട് പോകുമ്പോഴാണ് ഈ സ്പോട്ട് വരുന്നത്. നല്ല അടിപൊളി തെളിഞ്ഞ വെള്ളമാണ്. അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യരുത്. എപ്പോഴെങ്കിലും ഇതുവഴി പോവുകയാണെങ്കിൽ കയറാൻ ശ്രമിക്കണം. യാതൊരുവിധ മാലിന്യങ്ങളോ വേസ്റ്റുകളോ ഒന്നും തന്നെ അവിടെ ഇല്ല. കാണാൻ നല്ല ഭംഗിയായിരുന്നു. വേണ്ടിൽ സൂര്യൻ നല്ല പവറായിട്ട് നിൽക്കുന്ന സമയം. പിന്നെ നമ്മുടെ ആ കല്ലിട്ടിരിക്കുന്നതിൻ്റെ അപ്പുറത്തോട്ട് മാക്സിമം വരുന്നവരെ ഇറങ്ങാതിരിക്കാൻ നോക്കണം. കാര്യമെന്ന് വെച്ചാൽ അവിടെ നല്ല ശക്തിയായിട്ട് തിരയടിക്കുന്നുണ്ട്. നമ്മളതിനകത്ത് കയറി നിന്ന് കഴിഞ്ഞാൽ തിരയടിച്ച് കല്ലിൽ മറിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട്. നല്ല വെയിലുണ്ട്, എന്നാൽ അതിനനുസരിച്ച് നല്ല കാറ്റുമുണ്ട്. അപ്പോൾ ഞാൻ ചുറ്റും ഒന്ന് കറക്കി കാണിക്കുവാണ്. ഈ സ്ഥലം മൊത്തത്തിലൊന്ന് ഞാനൊന്ന് റൗണ്ട് ചെയ്ത് കാണിക്കുവാണ്. അപ്പോൾ നമ്മുടെ ക്യാമറമാനും ഉണ്ട്, ഇത് ചേച്ചിയുടെ മോനാണ്. അത് സംരക്ഷണ ഭിത്തിയാണത്. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണ്. ഇവിടെ വരുന്നവർ അത്യാവശ്യം കയ്യിൽ കരുതേണ്ടത് വെള്ളമാണ്. അടുത്തെങ്ങും വലിയ കടകളുള്ളതായിട്ടൊന്നും ഞാൻ കണ്ടില്ല. ഞങ്ങൾ വന്നപ്പം ആരും ഇല്ലായിരുന്നു. ഞായറാഴ്ച സമയങ്ങളിൽ നല്ല തിരക്കെന്നാണ് ഞാൻ അറിഞ്ഞത്. ആ സമയത്ത് ഇവിടെ ആരെങ്കിലും വെള്ളം കച്ചവടം ചെയ്യുന്നുണ്ടോയെന്ന് അറിയാൻ വയ്യ. ഉച്ച സമയത്തൊക്കെ വരുവാന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനും ഇല്ല. അപ്പോൾ നിങ്ങൾ ഈ ഒഴിഞ്ഞ സമയം നോക്കി വരുവാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വെള്ളം കരുതിയിരിക്കണം. ഫാമിലിയായിട്ട് വന്നിരിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ പരിസരവാസികളെന്നൊക്കെ പറയുന്നത് നല്ല സഹകരണമുള്ളവരാണ്, നല്ല മനുഷ്യരാണ്. ഒരു പേടിയും വേണ്ട, നമുക്ക് വന്നിട്ട് അടിപൊളിയായിട്ട് തിരിച്ചു പോവാം. നല്ല സഹകരണമുള്ളവരാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. നല്ലൊരു സ്ഥലമാണ്. കുട്ടികൾക്കൊക്കെ പേടിക്കാതെ ഇറങ്ങാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു കുഞ്ഞു വിശേഷവുമായി വീണ്ടും കാണാം.